അപ്പൊ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ള പറഞ്ഞാൽ അതർ സ്റ്റേറ്റ് 2016 മോഡല് ജിങ്കേസി കേബിൾ ടൈപ്പ് വാഹനമാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോണത്. അപ്പൊ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞത് സെയിലിനും കൂടി ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Relics of kingdoms past and crowns of ancient kings. I've heard stories of distant lands, realms I long to reach. Your voice, it beckons me to go to worlds unexplored, to leave behind my home and wonder. അപ്പൊ നമ്മുടെ ഈ ഒരു വണ്ടിയുമേ മെയിനായിട്ട് വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ സൺസൈഡ്, പിന്നെ ഇപ്പോഴത്തെ BS6-ന്റെ മിറർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൊട്ട് ബോണറ്റിന്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണറ്റ് സ്പോയിലർ, അതേമാതിരി തന്നെ എയർ വെന്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് കസ്റ്റം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ഹെഡ്ലൈറ്റ് കൗള്, പിന്നെ ഡയമണ്ട് ടൈപ്പ് ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ സ്കേർട്ടിങ് കൊടുത്ത് അതിൻ്റെ തൊട്ട് താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ലിപ്പും അതേമാതിരി തന്നെ അതിൻ്റെ റബ്ബർ ലിപ്പും ക്രോമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഈ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്താണ് കാരണം കൊണ്ട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ നല്ലൊരു ബൾക്കി ആയിട്ടുള്ള ഒരു ഫീല് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയുമ്പോൾ കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ സൈഡിൽ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വണ്ടിയുടെ കളർ തീം കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ഗ്രേ ബ്ലാക്ക് എന്നുള്ള കൺസെപ്റ്റ് ആണ്. അപ്പോൾ കാലിയറിന്റെ മുകളിലാണെന്നുണ്ടെങ്കിലും ആ ഗ്രേയും ബ്ലാക്കും കൂടി കോംബോ ചെയ്ത് നമ്മളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ തൊട്ട് താഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് മാച്ച് ആയിട്ടുള്ള കണ്ടീഷനിൽ സ്ക്രീൻ, അതായത് കർട്ടനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ തൊട്ട് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സൈഡിലത്തെ പൈപ്പ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അതേമാതിരി അതിന്റെ താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ നിലവിൽ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ബ്ലാക്കും ഗ്രേയും അതേമാതിരി തന്നെ വൈറ്റും കൺസെപ്റ്റിലാണ് നമ്മൾ ആ കളർ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ അതായത് അത്ര ബൾക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പ് സ്കേർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിരിവ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്കേർട്ടിംഗ് ആണ്. അപ്പോൾ ആ ഒരു സ്കേർട്ടിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ആ ഒരു കണ്ടീഷനിൽ ലൈറ്റ്, അതായത് ആ കളറുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ലൈറ്റുകളൊക്കെ ചേഞ്ച് ചെയ്ത് പുതിയ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കാലിയർ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കാലിയറിന് കളർ കാര്യങ്ങൾ കൊടുത്ത് ഒരു ലാഡർ, നോർമൽ ടൈപ്പ് ലാഡറും കൊടുത്തിട്ടുണ്ട്. അതേമാതിരി സ്റ്റെപ്പിന് പിന്നെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക്, അതായത് നമ്മുടെ KL രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നിലവിലായിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഇന്റീരിയലാണെങ്കിലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുള്ള് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ പേപ്പർ കാര്യങ്ങൾ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് ടെസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ടാക്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ടാക്സ് കാര്യങ്ങളൊക്കെ നിലവിൽ അപ്ഡേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഇൻഷുറൻസ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ വരെയുള്ള ഇൻഷുറൻസ് നിലവിൽ അപ്ഡേറ്റഡ് ആണ്. ടയർ ഭാഗങ്ങൾ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടയർ പുതിയതുണ്ട്. അതേപോലെ തന്നെ 2 ഒരു 50% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വണ്ടിമേ ഫിനാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിനാൻസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഫിനാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 3 രൂപ അല്ലെങ്കിൽ 4 രൂപയൊക്കെ കൈ ക്യാഷ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി ഡെലിവറി കാര്യങ്ങൾ എടുക്കാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി എടുത്തിട്ട് അഡീഷണൽ ആയിട്ട് വർക്ക് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം എന്തെങ്കിലും വരില്ല എന്നുള്ള കാരണം എന്ന് വെച്ചാൽ ഇൻറ്റീരിയൽ അതേമാതിരി എക്സ്റ്റീരിയർ സൗണ്ട് മെക്കാനിക് A to Z എന്നുള്ള കണ്ടീഷനിലുള്ള എല്ലാ വർക്കുകളും കാര്യങ്ങളും പക്കയായിട്ട് വിത്ത് ബില്ല് കാര്യങ്ങളൊക്കെ നിലവിൽ അവൈലബിൾ ആണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് പരിഹരിക്കാവുന്നതാണ്. ചെറിയ രീതിയിലുള്ള അത് എന്തെങ്കിലും വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പോരായ്മകൾ കാര്യങ്ങളൊക്കെ നിലവിൽ എന്തെങ്കിലും വരാം. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും നമ്മളത് ഏറ്റെടുത്തിട്ട് പക്കയായിട്ട് പരിഹരിച്ചിട്ടാണ് നമ്മൾ വണ്ടികൾ കാര്യങ്ങൾ കൊടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര കാലം നമ്മൾ വണ്ടികൾ കൊടുത്തിരുന്ന ആര് വേണമെങ്കിലും നമുക്ക് വിളിച്ചിട്ട് ക്വാളിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഡീലിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചിട്ട് മാത്രം അങ്ങനെ പക്കയായിട്ട് നല്ല വിശ്വാസം കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഇന്ന് വണ്ടികൾ കാര്യങ്ങൾ എടുത്താൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക്ഷോപ്പിലായാലും അതേപോലെ തന്നെ ഔട്ട്സൈഡ് വർക്ക്ഷോപ്പിലായാലും നമ്മൾ വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത്. കാരണം എന്ന് വെച്ചാൽ നാളെ ആയാലും രണ്ടാമത് അഴിക്കേണ്ട ഒരു രീതി അല്ലെങ്കിൽ അഴിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും വരാനായിട്ട് നമ്മൾ സമ്മതിക്കാറുമില്ല, മാക്സിമം അതിന് നിൽക്കാറുമില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ 2016 മോഡൽ ജിങ്കി AC-യിലുള്ള പുഷ് ബാക്ക് സീറ്റുള്ളൊരു വാഹനമാണ്. അതർ സ്റ്റേറ്റ് വാഹനമായിരുന്നു. നമ്മുടെ ഇവിടേക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഇനിയും മെയിനായിട്ട് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. അപ്പോൾ ആ ഇൻസൈഡിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നമുക്ക് ഇൻസൈഡിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ടോപ്പിൽ നിന്ന് തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ഗ്ലാസ്സിൽ പിക്സൽ ടൈപ്പ് ടോപ്പ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ജിങ്കി വരുന്നതുകൊണ്ട് അതിൻ്റെ ഡക്റ്റിങ് കാര്യങ്ങളൊക്കെ ടോപ്പിൽ കൂടെ തന്നെ ചെയ്തു. അതേമാതിരി TV ക്യാബിൻ ആണെന്നുണ്ടെങ്കിൽ 24 ഇഞ്ചിൻ്റെ TV ക്യാബിൻ, അതേപോലെ തന്നെ TV ആണെന്നുണ്ടെങ്കിലും നമ്മുടെ പുതിയത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബെർത്തിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ പിക്സൽ ടൈപ്പ് ടോപ്പ് ഉണ്ട്, അത് ബെർത്തിൽ പിക്സൽ ടൈപ്പ് ഉണ്ട്. അതേമാതിരി തന്നെ സൈഡിലേക്ക് ആണെങ്കിലും പിക്സൽ വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് വർക്ക് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ കാണുന്ന ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാനുണ്ട്. അതേപോലെ തന്നെ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിയും നല്ല രീതിയിൽ തന്നെ വർക്കിംഗ് കാര്യങ്ങൾ വ്യത്യാസങ്ങൾ കാണും. കാരണം അത്ര അധികം ലൈറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയുമുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിലത്തെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ 4 വുഡ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് ടൈപ്പ്. പിന്നെ കർട്ടൻ ആണെന്നുണ്ടെങ്കിലും പുതിയ കർട്ടനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് സീറ്റ് പുഷ് ബാക്ക് ലെതർ ടൈപ്പ് സീറ്റ് പുഷ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ബേഡ് കാര്യങ്ങൾ ലേറ്റസ്റ്റ് മോഡൽ സൈഡ് ബേഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പ്ലാറ്റ്ഫോം ഫുള്ള് പുതിയ പ്ലാറ്റ്ഫോം, അതായത് ഗ്രീസ് ഇട്ട് ഫ്ലൈവുഡ് പുതിയതിട്ട് അതിൻ്റെ മേലെ മാറ്റും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്.
നമ്മുടെ ഈ ഒരു വണ്ടിയിൽ TV ആണെന്നുണ്ടെങ്കിലും അതേമാതിരി 4 സ്പീക്കർ സെറ്റ്, ആമ്പ്, അതേമാതിരി തന്നെ ഇൻവെർട്ടർ, സബ്, എല്ലാ സാധനങ്ങളും പുതിയതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് പുതിയതാകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തേക്കൊക്കെ വാറണ്ടി കാര്യങ്ങളൊക്കെ നിലവിലുണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതർ സ്റ്റേറ്റ് വണ്ടികൾ കൊണ്ടുവരുമ്പോൾ ഈ രീതിയിലുള്ള സാധനങ്ങൾ, അതേമാതിരി ഇൻറ്റീരിയർ ആണെങ്കിലും അതേപോലെ എക്സ്റ്റീരിയർ ആണെങ്കിലും വർക്കുകൾ കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ വർക്കുകൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതർ സ്റ്റേറ്റ് വണ്ടിയല്ല നമ്മുടെ കേരള രീതിയിലുള്ള വണ്ടിയാണെന്നുള്ള മാറ്റങ്ങൾ മനസ്സിലാവുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ലോങ്ങിൽ നിന്ന് വണ്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ നമ്മുടെ കേരള വണ്ടിയും അതേപോലെ തന്നെ അതർ സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അതായത് 2016 മോഡൽ ഓൾറെഡി ഇപ്പോൾ ഇൻറ്റീരിയലും അതേപോലെ തന്നെ എക്സ്റ്റീരിയറും ചെയ്ത 2016 വാങ്ങാനാണെന്നുണ്ടെങ്കിൽ 2016 പണിതാണ് വർക്കുകൾ കാര്യങ്ങളായിരിക്കും. ഇങ്ങനത്തെ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ, അതായത് 2025 പണിതാണ് പണിയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചത് മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പുകൾ കാര്യങ്ങൾ നമുക്ക് കേരള വണ്ടിനെക്കാട്ടിയും കൂടുതൽ ട്രിപ്പുകൾ കാര്യങ്ങളൊക്കെ അതർ സ്റ്റേറ്റ് വണ്ടികൾക്ക് ഓടാനായിട്ട് പറ്റും. ഇതേമാതിരി വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തേണ വണ്ടിയാണെന്നുണ്ടെങ്കിൽ, പിന്നെ പൈസയുടെ ഭാഗത്തേക്ക് പൈസ കുറവാണ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൻ്റെ ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ടോപ്പ് തന്നെ ചെയ്തിട്ട് സൗണ്ട് സാധനങ്ങളൊക്കെ നമുക്ക് പഴയത് കയറ്റാം. അതേപോലെ തന്നെ മെക്കാനിക് സൈഡ് നോർമൽ കണ്ടീഷനിൽ ചെറിയ രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെടുത്ത് പിന്നെ പതുക്കേനെ ചെയ്യാവുന്നുള്ളൊരു കൺസെപ്റ്റ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനിലും ചെയ്യാം. പിന്നെ എക്സ്റ്റീരിയർ ആണെന്നുണ്ടെങ്കിൽ ഇത്ര കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിലവിൽ വരുന്ന കണ്ടീഷനിൽ ഫുള്ള്, അതായത് നമ്മുടെ തൃശ്ശൂർ രീതിയിൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏകദേശം കേരള രജിസ്ട്രേഷനും അതർ സ്റ്റേറ്റും തമ്മിൽ ഏകദേശം ഒരു 3 ലക്ഷം രൂപയോളം നമുക്ക് വ്യത്യാസത്തിൽ വണ്ടികൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടികളാണെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ നിലവിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞത് ഫുള്ള് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയായ കാരണമാണ് ഇത്രയ്ക്കും എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറയണത്. കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 8 ലക്ഷം രൂപയോളം നമ്മൾ ഈ ഒരു വണ്ടിയുമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വിത്ത് ബില്ലായിട്ട് എല്ലാത്തിൻ്റെയും പ്രൂഫ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ എന്ത് പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ വാങ്ങുന്ന ആൾക്കാർക്ക് എന്ത് പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇൻറ്റീരിയൽ വർക്കുകൾ കാര്യം ചെയ്തിട്ടുള്ളത്.